യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നുണ പറയാമോ എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 2 അധ്യായങ്ങൾ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:11 പറയുന്നു, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 101:7 പറയുന്നു, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരുകയില്ല എന്ന് പറയുന്നു. അടുത്തതായിട്ടുള്ളൊരു വചനം കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. പരസ്പരം കള്ളം പറയരുത്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവിൻ. ഒരിക്കലും നമ്മൾ കള്ളം പറയരുതെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്ത് നമ്മൾ കള്ളങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ചുള്ള ഓരോ ശിക്ഷകളാണ് നമുക്ക് ദൈവം തമ്പുരാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വചനത്തിലൂടെയാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ നുണ പറയാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടരാൻ സാധിക്കത്തില്ലെന്ന് സങ്കീർത്തനം പറയുന്നു. ഇപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പരസ്പരം കള്ളം പറയരുത്. കള്ളം പറയാതെ മറ്റുള്ളവരായിട്ട് സ്നേഹിച്ച് സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുന്നു, തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറയുവാണെങ്കിൽ അത് ആണെന്നോ അല്ലെന്നോ മാത്രം പറയുക. ആണെന്ന് പറയുകയാണെങ്കിൽ അതെ, ഓക്കെ, നിങ്ങൾ പറയുന്ന ശരി, ഓക്കെ, വിട്ടേക്ക്. നമ്മൾ അതിനകത്ത് പിന്നെ തിരിച്ചൊന്നും പറയേണ്ട. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, അല്ലാതെയുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് മാത്രം പറയട്ടെ. അപ്പം വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ളത്. നമ്മൾ ഒരിക്കലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്ക് തുടരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ വചനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള ശക്തി തരട്ടെ. നമുക്ക് കുറേശ്ശെയായിട്ട് നുണപറച്ചിൽ നിന്നും മാറി നിൽക്കാം. ഒറ്റയടിക്കൊന്നും പറ്റുന്ന കാര്യമല്ല ആർക്കും. ചെറിയ നുണകൾ എല്ലാവരും പറയും. പക്ഷേ അത് പറയാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.